the ever-rolling trophy to the winners of this academic year. Now, I invite Reverend Father Joyce Azhimukuth to give away the prize. അക്കാദമിക് വർഷത്തിലെ പാഠ്യേതര വിഷയങ്ങളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട കൂട്ടായ പ്രവർത്തനത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 3ാം സ്ഥാനത്തിന് അർഹമായ സഫയർ ഹൗസ് ട്രോഫി ഏറ്റുവാങ്ങുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. രണ്ടാം സ്ഥാനത്തിന് അർഹമായ ടോപ്പസ് ഹൗസ് ട്രോഫി ഏറ്റുവാങ്ങുന്നു. ആരോഗ്യപരവും സൗഹൃദാത്മകവുമായ മത്സരത്തിലൂടെ 1ാം സ്ഥാനത്തിന് അർഹമായ റൂബി ഹൗസ് ട്രോഫി ഏറ്റുവാങ്ങുന്നു. Now, I would like to invite Reverend Sister Sajina CSN to present a token of appreciation to the PTA President, Mr. Terison Augustine. സ്നേഹം നിറഞ്ഞവരെ, PTIയുടെ സജീവമായ സഹകരണവും സാന്നിധ്യവും എപ്പോഴും മൈക്കൽ ഗിരി സ്കൂളിനുണ്ട് എന്നുള്ളത് ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി നിമിഷം ഓർക്കുകയാണ്. ടെൽസൺ ചേട്ടന്റെ നേതൃത്വത്തിലുള്ള 16ഓളം PTA അംഗങ്ങൾ സ്കൂളിന്റെ ഏതൊരു ആവശ്യത്തിനും എപ്പോഴും നിറസാന്നിധ്യമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഈ അവസരത്തിൽ സ്നേഹത്തോടും അതിലുപരി നന്ദിയോടും കൂടി കഴിഞ്ഞ 9 വർഷം PTA എക്സിക്യൂട്ടീവ് അംഗമായി നിന്നും കഴിഞ്ഞ 3 വർഷം PTA പ്രസിഡന്റായി നിന്ന് സേവനം ചെയ്ത പ്രിയപ്പെട്ട ടെൽസൺ ചേട്ടനെ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. 7ാം ക്ലാസ്സിൽ നിന്നും തന്റെ മകൻ പാസ് ഔട്ടായി പോകുമ്പോൾ സ്വാഭാവികമായും ഇനി ഈ സ്ഥാനത്ത് തുടരാൻ ആവില്ലല്ലോ. ഇത്രയും കാലം മൈക്കൽ ഗിരി സ്കൂളിനോടും അധ്യാപകരോടും കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സേവനത്തിനും ആദരവായി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉള്ള ആദരവ് ഏറ്റുവാങ്ങുവാൻ ബഹുമാനപ്പെട്ട ടെൽസൺ ചേട്ടനെ ക്ഷണിക്കുന്നു. സ്നേഹാദരവ് നൽകുവാനായി ലോക്കൽ മാനേജർ മദർ ട്രീസ പോളിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മൈക്ക് അധ്യാപകരുടെ ഭാഗത്ത് നിന്നുമുള്ള ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Telson Dada. Thank you, teachers. Thank you, sister. Now, may I humbly invite Mr. Terison Augustine for vote of thanks. Thank you. Sir, number follow. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റവറൻഡ് സിസ്റ്റർ ആൽഫി, ഈ വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത റവറൻഡ് ഫാദർ ജോയ്സ് അഴിമുഖത്ത്, സ്വാഗതം ആശംസിച്ച സിസ്റ്റർ ജോയൽ, ലോക്കൽ മാനേജർ സിസ്റ്റർ ട്രീസ പോൾ, ഹെഡ് മിസ്റ്റർ സജീന, നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ജോമോൻ തോമസ്, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ എസ് ശിവൻരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷ ഹെൻറി ജോസഫ്, വാർഡ് മെമ്പർ ശ്രീമാൻ കുട്ടിരാജ്,
മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സെന്റ് മൈക്കിൾസ് UP സ്കൂളിൻ്റെ അഭിമാനകരമായ 61ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം തുടർച്ചയായി ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ കാര്യങ്ങളിൽ ഒന്നാണ്. ഈ സ്കൂളിന്റെ ഓരോ വളർച്ചയിലും പ്രതിസന്ധികളിലും മാനേജ്മെന്റിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ഉന്നമനത്തിനായി എന്നെ എപ്പോൾ വിളിച്ചാലും എൻ്റെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓടിയെത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നാളിതുവരെ PTA-യുമായി ചേർന്ന് സ്കൂളിന്റെ വികസനത്തിന് ഉതകുന്ന തീരുമാനങ്ങൾ എടുത്താണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ കലാകായിക രംഗങ്ങളിലും പഠനത്തിലും ഒരുപോലെ മികവ് പുലർത്തട്ടെ എന്നാണ്. ഇന്നത്തെ കാലഘട്ടം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും വഴിതെറ്റിക്കുന്ന മറ്റ് പ്രവണതകളുടെയും ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീണു പോകാതെ അവരെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന സ്വഭാവശുദ്ധിയുള്ള അച്ചടക്കമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിക്കട്ടെ. അടിസ്ഥാന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മൂല്യബോധമുള്ള ഒരു യുവതലമുറയെ ഈ വിദ്യാലയം ഇനിയും വാർത്തെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ ധൈര്യമായി ഈ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാവുന്നതാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും ഈ വിദ്യാലയത്തിന്റെ സ്ഥാപകനായ പിണക്കാട്ടച്ചന്റെ സ്വർഗീയ മധ്യസ്ഥയും എപ്പോഴും ഈ കലാലയത്തിനും നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ആഘോഷ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിനെ കടക്കട്ടെ. ആദ്യമേ തന്നെ ഈ ആഘോഷ പരിപാടി നടത്തുവാൻ അനുകൂലമായ കാലാവസ്ഥയും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വാർഷിക ആഘോഷത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ആൽഫിന് ഈ സെന്റ് മൈക്കിൾസ് UP സ്കൂളിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആഘോഷ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ സഹായഗിരി ഇടവക വികാരി ഫാദർ ജോയ്സ് അഴിമുഖത്തിനാണ്. സ്കൂളിന്റെ ഏത് ആഘോഷ പരിപാടികൾക്ക് വിളിച്ചാലും ഒഴിവ് കഴിവുകൾ പറയാതെ അതിൽ പങ്കെടുത്ത് കുട്ടികൾക്കും അധ്യാപകർക്കും നല്ലൊരു ഹൃദയസ്പർശമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അച്ഛനും ഏറെ സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ആഘോഷ പരിപാടി ഇത്രയേറെ പ്രൗഢഗംഭീരമാക്കി തീർത്ത നമ്മുടെ സ്കൂളിന്റെ HM സിസ്റ്റർ സജീന സിസ്റ്ററിന് എല്ലാ കാര്യങ്ങളിലും കൃത്യതയോടെ മാസങ്ങൾക്ക് മുൻപേ തന്നെ തയ്യാറെടുത്ത് ടീച്ചർമാർക്കും കുട്ടികൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എല്ലാ പരിപാടിയും ഇത്രയും മനോഹരമാക്കി തീർത്ത സജീന സിസ്റ്ററിനും ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത് നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ ലോക്കൽ മാനേജർ സിസ്റ്റർ ട്രീസ പോളിനാണ്. സ്കൂളിൻ്റെതായ ഏത് കാര്യത്തിന് സമീപിച്ചാലും യാതൊരുവിധ തടസ്സവാദങ്ങളും പറയാതെ എല്ലാ കാര്യങ്ങളിലും സ്കൂളിന്റെ ഉന്നമനത്തിനായി സിസ്റ്റർ നമ്മുടെയും കുട്ടികളെയും ചേർത്ത് നിർത്തുന്നു. നമ്മുടെ കുട്ടികൾക്ക് കളിക്കുവാൻ ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് ഇല്ലായിരുന്നു, കായിക രംഗത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ. എന്നാൽ നമ്മുടെ മദർ പല ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ സ്കൂളിന് നല്ലൊരു കളിസ്ഥലം ഒരുക്കി തന്ന മദറിനും എല്ലാ കാര്യങ്ങൾക്കും ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മദറിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു.
അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ്, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻരാജ്, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷ ഹെൻറി ജോസഫ്, വാർഡ് മെമ്പർ കുട്ടിരാജ് എന്നിവർക്കും ഏറെ സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി അറിയിക്കേണ്ടത് ഈ സ്കൂളിലെ അധ്യാപകർക്കാണ്. കാരണം കുറെ മാസങ്ങളായി ഇതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഡാൻസ്, പാട്ട്, സ്ക്രിപ്റ്റ്, കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എങ്കിലും വളരെ അക്ഷമരായി കുഞ്ഞുങ്ങളെ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ ഇവരുടെ പങ്ക് വിസ്മരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ ഇവിടുത്തെ എല്ലാ ടീച്ചർമാർക്കും. കാരണം കുഞ്ഞുകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ചില്ലറ കാര്യമല്ല. വലത് കൈ പൊക്കാൻ പറഞ്ഞാൽ ഇടത് കൈ പൊക്കാൻ പറയും. കഴിഞ്ഞ ഒരു മാസക്കാലമായി എന്റെ വീട്ടിൽ എനിക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. ഈ കുട്ടികൾ എങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കും, സ്റ്റേജിൽ വന്നാൽ നല്ല രീതിയിൽ കളിക്കുമോ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്കിലും നമ്മുടെ കുട്ടികൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് നമ്മുടെ അധ്യാപകരാണ്. അവർക്കൊപ്പം നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം. അതുപോലെ ഈ കുട്ടികളെ LKG മുതൽ 7ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ തന്നെ വിട്ടുപഠിപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ കൊടിതോരണങ്ങൾ കെട്ടുവാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന PTA അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഇത്രയും മനോഹരമാക്കി തീർത്ത നമ്മുടെ ഷാജിയാൻ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും സ്കൂളിന്റെ പേരിലുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ആഘോഷ പരിപാടികൾക്ക് സ്വാഗതം ആശംസിച്ച സിസ്റ്റർ ജോയൽ സിസ്റ്ററിനും വിവിധ സ്കൂളുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സിസ്റ്റേഴ്സിനും, അധ്യാപകർക്കും, അച്ഛന്മാർക്കും, ബ്രദേഴ്സിനും, ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തീർത്ത ഈ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഈ പരിപാടി കണ്ട് ആസ്വദിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും ഏറെ സ്നേഹത്തോടെയുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കാന്തല്ലൂർ പഞ്ചായത്തിലും മറയൂർ പഞ്ചായത്തിലും നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളാണ് മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റും കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും എല്ലാം ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, എത്തിച്ചേർന്നിരിക്കുന്നത്. തുടരെ അവർ പഞ്ചായത്തുകളിൽ മത്സരിച്ചാൽ വിജയിച്ചു വരുന്നു എന്നുള്ളതും ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതും നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ അവർക്ക് ചെറിയ ഒരു സ്നേഹോപകാരം ഞങ്ങളുടെ PTA നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ ചേട്ടനെയും ശിവൻരാജിനെയും ഉഷച്ചേച്ചിയെയും കുട്ടിരാജണ്ണനെയും ഈ സ്റ്റേജിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും MDMA പോലുള്ള രാസലഹരികൾ കേരള സമൂഹത്തെയാകെ കാർന്നു തിന്നുന്നവയാണ്. മയക്കുമരുന്ന് മാഫിയകൾ അവരുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുവാൻ പല കുൽസിത മാർഗങ്ങളും കണ്ടെത്തുന്നു. മയക്കുമരുന്നിന്റെ പ്രചാരകരും വാഹകരുമായി മയക്കുമരുന്ന് മാഫിയ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയും യുവതലമുറയെയുമാണ്. പെൺകുട്ടികളടക്കമുള്ള സ്കൂൾ കുട്ടികളെ ചതിയിൽപ്പെടുത്തി അവർ മയക്കുമരുന്നിന് അടിമകളാക്കി തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കൊഴുപ്പിക്കുകയാണ്. ഒരു സമാന്തര സാമ്പത്തിക അധോലോകം അവർ കെട്ടിപ്പടുക്കുന്നു. തങ്ങളുടെ ഇരകളാകുന്നവരെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പത്രങ്ങളിൽ നിന്നും നാം വായിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് യുവതി യുവാക്കളെ കാണാതായതായി പോലീസ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. വൻതോതിലുള്ള മയക്കുമരുന്നുകളുടെ വാർത്തകൾ നിത്യേന നാം വായിക്കുന്നു. മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം ഗവൺമെന്റിന്റെയും
സാമൂഹിക സാമുദായിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ളൊരു കാര്യമാണ്. മയക്കുമരുന്ന് മാഫിയകളുടെ ചതിക്കുഴിയിൽ അബദ്ധത്തിൽ ആരെങ്കിലും വീണുപോയാൽ അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്താതെ, മാനസികമായി പീഡിപ്പിക്കാതെ, അവർക്ക് വേണ്ട കരുതലും സ്നേഹലാളനവും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. കാലിക പ്രസക്തമായ ഈ ഇതിവൃത്തം സെന്റ് മൈക്കിൾസ് UP സ്കൂൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദർപ്പണം, ദർപ്പണം, കാണാനില്ലല്ലോ. അവൾ അങ്ങനെ താമസിക്കുന്നതല്ലായിരുന്നല്ലോ. അവളെ അതിന് +2 റിസൾട്ട് അറിയാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതല്ലേ. അതറിയാതെ അവൾക്ക് വരാൻ നോക്കുവോ? അതിനവൾ രാവിലെ പോയതല്ലേ, ഇതുവരെ കണ്ടില്ലല്ലോ. സമയം 2 മണി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ കൂട്ടുകാരുമായി കളിച്ചു നടക്കായിരിക്കും. മോളി, എടി മോളി, അവളൊന്ന് വിളിച്ചേ. പ്രായമായ പെൺകുട്ടിയാ, പോയിട്ട് എത്ര സമയായി? ഞാനവളെ വിളിച്ചായിരുന്നമ്മേ. സൈറ്റ് ജാമാന്ന് അവള് പറഞ്ഞേ. അതെങ്ങനെയാ? 10-20 ലക്ഷം പിള്ളേരല്ലേ ഒന്നിച്ച് സൈറ്റിൽ കയറുന്നേ. നല്ല ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടായിരുന്നേ. ആ കൊച്ചിന് വേറെങ്ങും പോകാതെ ഇവിടെ ഇരുന്ന് തന്നെ റിസൾട്ട് അറിയായിരുന്നു. കാലം പോയ പോക്കേ. പണ്ടൊക്കെ പള്ളിക്കൂടത്തിൽ ചെന്നായിരുന്നു റിസൾട്ടും മറ്റും അറിയുന്നേ. ഇപ്പം വീട്ടിലിരുന്നോണ്ട് തോണ്ടിയാ മതി, എല്ലാ വിവരവും കിട്ടും. സ്കൂളിലും പോണ്ട, ബാങ്കിലും പോണ്ട. സർക്കാർ ഓഫീസിലോട്ടൊക്കെ ചെന്നാലാണ് ഒരു കാര്യവും നടക്കത്തില്ല. എല്ലാം ഓൺലൈനാണെന്ന് പറഞ്ഞു വിടും. എന്നെ പോലെയുള്ള വയസ്സന്മാരൊക്കെ ഇനി വീട്ടില് കൂനിക്കൂടി ഇരുന്നാ മതി. എനിക്ക് ആ കൊച്ചുനാനിയുടെയും ജയമോടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാം. അവളുമാരുടെയൊക്കെ പിള്ളേര് മെഡിസിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞ് എന്തായിരുന്നു ഒരു പത്രാസ്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിനക്ക് ഫുള്ളും കിട്ടുന്ന. നീ എന്റെ കൊച്ചുമോളല്ലേ. എല്ലാം തമ്പുരാന്റെ കരുണയാണ് പിള്ളേരെ. ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ആശ്രമ ദേവാലയത്തിൽ പോയി മാതാവിനെ 2 മെഴുതിരി കത്തിക്കണം. എല്ലാം നന്നായി നടക്കും.
അല്ലെങ്കിലും എന്റെ മനസ്സ് നേരത്തെ പറഞ്ഞിരുന്നു നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നു. ഓ, അപ്പന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഞാനാ അവളെ കൂത്തിയിരുന്ന് പഠിപ്പിച്ചത് ഇല്ലേടി? രാത്രി കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന നീ അതും കൂടെ പറഞ്ഞു കൊടുക്ക നിന്റെ അപ്പന്. ഇത് കേട്ടാൽ തോന്നുമല്ലോടി നീ പോയാ പരീക്ഷ എഴുതിയെന്ന്. ഈ നേട്ടം നമ്മുടെ എല്ലാവരുടെയും നേട്ടമാ. നമ്മുടെ എല്ലാം സ്വപ്നമല്ലായിരുന്നോ ഇത്? മോളുടെ ഈ ജയം നമുക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ. നിന്റെ മമ്മിയുടെയും അമ്മച്ചിയുടെയും ഒക്കെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടെന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടാ മതി. അതെ, എന്റെ മോളുടെ വിജയത്തിലെ ഈ പപ്പ തരുന്ന സമ്മാനം. ഹായ്, മൊബൈൽ ഫോൺ. മമ്മി ഇത് കണ്ടോ? പപ്പ എനിക്ക് വാങ്ങി തന്ന മൊബൈൽ ഫോൺ. നിനക്കത് ഇഷ്ടായോ മോളെ? അതെന്ത് ചോദ്യമാമേ? അവൾക്ക് ഇഷ്ടമാണ്ടിരിക്കുവോ? അത് മൊബൈൽ ഫോൺ. ഞാനത് എപ്പോഴേ അറിഞ്ഞു. അതല്ലേ ഒരു കേക്കും മേടിച്ച് നേരെ ഇങ്ങ് പോന്നേ. നീ ഇനി പഠിച്ചു വലിയ ഡോക്ടർ ആകുമ്പോ പപ്പ ഇതിനും വലിയ സമ്മാനം മേടിച്ചോണ്ട് തരും കേട്ടാ. അതെ, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ച ദിവസമല്ലേ ഇന്ന്. മോളു, നീ ചേട്ടായി വിടുന്ന ആ കേക്കൊന്ന് മുറിച്ചേ.
చేసేశారు. जश्नबाजी की शाम है, जश्न
പഠിക്കുവാന്ന് ഓർത്തോണം കേട്ടോ. ഇല്ലാത്ത കാശും കൊടുത്താ നിന്നെ ബ്രില്യന്റിൽ എൻട്രൻസിന് വിട്ടേക്കുന്നേ. എന്റെ മമ്മി, ഞാൻ ഇത്രയും നേരം പഠിക്കുമായിരുന്നു. പഠിച്ചു മടുത്തപ്പോ ഞാനിതൊന്ന് എടുത്തതേ ഉള്ളൂ. ആശമോളെ, നിനക്ക് വീട്ടിലെ വിഷമങ്ങളൊക്കെ അറിയാലോ. ഡൊണേഷൻ കൊടുത്ത് മെഡിസിന് പോകാനൊന്നും നമുക്ക് പാങ്ങില്ലടി കൊച്ചേ. നന്നായി പഠിച്ച് ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ മേടിക്കണം നീ. പപ്പായ്ക്ക് ചെറിയൊരു കടയില്ലേ ഉള്ളൂ, അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് വീട്ടു ചെലവ് തന്നെ കഷ്ടിയാ. അവിടെ നിന്നാണെങ്കിൽ ഇപ്പൊ ഒന്നും കിട്ടുന്നുമില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിക്കുന്നുണ്ട് മമ്മി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ചിലതൊക്കെ എന്റെ തലയിലോട്ടൊന്ന് കേറണ്ടേ. അതെങ്ങനെയാ? നിന്റെ തലയിൽ എപ്പോഴും മൊബൈൽ ഫോണും ചാറ്റിങ്ങും അല്ലേ? ആരുടാടി എപ്പോഴും ഈ ചാറ്റിങ്? ഓ, ഈ മമ്മിക്ക് ഒന്നും പറഞ്ഞ് മനസ്സിലാവത്തില്ല. എന്റെ കൂട്ടുകാരികളൊക്കെ 5-6 മണിക്കൂറാ ഫോൺ ഉപയോഗിക്കുന്നത്, അറിയോ? ഞാനൊക്കെ 1 മണിക്കൂറല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ സമയം ഞാൻ പഠിക്കുമല്ലേ. ഓ, ഇന്നലെ രാത്രി 12-ന് നിന്റെ മൊബൈലിന്റെ സ്ക്രീനിൽ വെട്ടം ഞാൻ കണ്ടല്ലോ. എന്തായിരുന്നു പരിപാടി? അത് ഞാൻ പഠിക്കുമായിരുന്നു. നെറ്റി നോക്കിയിട്ട് വേണം അസൈൻമെന്റ് ഒക്കെ എഴുതാൻ. പാതിരാത്രി മുറിയൊക്കെ അടച്ചിട്ടേച്ച് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഇപ്പൊ ഒട്ടും കേക്കുമല്ലെന്നായി. മമ്മിക്ക് ഇത് എന്തിന്റെ കേടാ? എനിക്ക് കുറച്ച് സ്വൈര്യം തരാനായിട്ട് പറ്റുമോ? എല്ലാത്തിനും എന്തിനാ ഈ മമ്മി എന്നിങ്ങനെ സംശയിക്കുന്നേ? ദേവപ്പ, പുന്നാരമോള് പറയുന്നത് കേട്ടോ, അവൾക്ക് ഇവിടെ സ്വൈര്യമില്ലെന്ന്. എന്നതാ മോളെ ഇത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ മോളെ, ഞങ്ങൾക്കൊക്കെ മോളെ കുറിച്ച് വലിയ പ്രതീക്ഷകളാ. പഠിച്ചു വലിയ ഡോക്ടർ ആകണം നീ ആ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് താ. ഇനി എന്റെ കാങ്ക മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ആരുടെ സ്വപ്നത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കണ്ടേ? എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് ഡിസൈനിങ്ങിലാ താല്പര്യം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുടെ മക്കളും മെഡിസിൻ പഠിക്കുന്നെന്ന് പറഞ്ഞ് ഞാനെന്നാ വേണ്ടേ? പങ്കച്ചൻ പറയാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ എൻട്രൻസിന് വിട്ടത്? +2-ന് ഫുൾ A+ കിട്ടിയതിനാ എന്റെ കുറ്റം കൊണ്ടാണോ? അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ എന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടാത്തെ? എന്നെ എന്റെ ജീവിതം ഒന്ന് ജീവിക്കാൻ അനുവദിക്കാമോ? கண்மணி, அன்போட காதலன். நான் எழுதும் கடிதம் இல்லை, கடிதம் இல்ல, கடிதமே இருக்கட்டும். படி. பாட்டாக படுத்திட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா எழுத்துதான் வார்த்தை. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. பிரமாணம். கவிதை கவிதை படி. கண்மணி, அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. கண்மணி, அன்போடு காதலன் நான் எழுதும் கடிதமே.
என்ன மாயமோ தெரியல, எனக்கு ஒண்ணுமே ஆவறது இல்லை. இங்க எழுதிக்க, நடுவில் மானே தேனே பொன்மானே எல்லாம் போட்டுக்கலாம். பாரு, எனக்கு என்ன காயம் இருந்தாலும் உன் உடம்பு தாங்கிடும். உன் உடம்பு தாங்க பிராமி பிராமி பிராமி. அது எழுதணுமா? இது காதல். என் காதல் என்னன்னு சொல்லாம எங்க அழுகையா வருது. ஆனா நான் அழுது என் சோகம் ஒன்ன தாக்கிடுமோ அப்படின்னு நினைக்கும் போது வர்ற அழுக கூட நின்றுடுது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, காதல் அல்ல, காதல் அல்ல. அதையும் தாண்டி புனிதமான 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 சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலி லாலியே அபிராமியே ஆலாட்டும் சாமி.